ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ്. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് നാടുവിടേണ്ടി വന്നു. അവരിപ്പോൾ ഇന്ത്യയിലാണ്. ഷെയ്ഖ് ഹസീനയ്ക്കും അവരുടെ പാർട്ടിക്കും ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. അവസാനം തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വിജയിച്ചത് BNP ആണ്. BNPയുടെ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ പോവുകയുമാണ്. എന്താണ് ബംഗ്ലാദേശിൽ നടന്നത്? ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ദാവൂദ് സാഹിബ്, BNP അധികാരത്തിൽ വരുമെന്നുള്ളത് പ്രതീക്ഷിക്കപ്പെട്ടതാണോ? സാധാരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്നിട്ടുള്ള ഒപ്പീനിയൻ പോൾസിൽ പൊതുവെ നെക്ക് ടു നെക്ക് ആയിട്ടാണ് പ്രവചനങ്ങൾ വന്നത്. BNPക്ക് വിജയം പ്രതീക്ഷിച്ച ഒപ്പീനിയൻ പോൾസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ജമാഅത്ത് ഇസ്ലാമിക്ക് വിജയം പ്രതീക്ഷിച്ചപ്പോൾ ഇതും ഉണ്ടായിട്ടുണ്ട്. BNP 10 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുള്ള ഒരു സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി 11 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുള്ള സഖ്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുമ്പം ഈ പൊതുവെ വിലയിരുത്തലുകൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വിലയിരുത്തലുകൾ ജമാഅത്ത് സഖ്യത്തിനാണ് കൂടുതൽ സാധ്യത പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള അവിടെയുള്ള അംബാസഡർമാർ, വിവിധ രാജ്യങ്ങളുടെ അംബാസഡർമാർ വ്യാപകമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഡോക്ടർ ഷഫീഖ് റഹ്മാനെ കാണുകയും അദ്ദേഹമായിട്ട് സംഭാഷണം നടത്തുകയൊക്കെ ചെയ്യുന്നതിന് വാർത്തകൾ ധാരാളം വന്നു. അപ്പോൾ മൊത്തത്തിലൊരു ചെറിയൊരു അപ്പർ ഹാൻഡ് ജമാഅത്ത് സഖ്യത്തിനുണ്ട് എന്നുള്ളൊരു പൊതുവായ പ്രതീതി വന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NCP എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ പാർട്ടി കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്നിട്ടുള്ള വിപ്ലവത്തിന്, ജൂലൈ റവല്യൂഷൻ എന്നാണ് അവരതിന് പറയുന്നത് തന്നെ. ജൂലൈ റവല്യൂഷന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികൾ ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് നാഷണൽ സിറ്റിസൺ പാർട്ടി, NCP എന്ന് പറയുന്ന. അതൊരു ന്യൂ ജനറേഷൻ പാർട്ടിയാണ്. ആ പാർട്ടി ജമാഅത്തുമായിട്ട് സഖ്യം ചേർന്നതോടുകൂടി അതിനുള്ള സാധ്യത സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതലായിട്ട് കൊടുക്കുകയായിരുന്നു. അത് 2 നിലക്കുള്ള ഒരു ഇതാണ്. ജമാഅത്ത് എന്ന് പറയുമ്പോൾ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. NCP എന്ന് പറയുമ്പോൾ തെരുവിൻ്റെ പ്രതിനിധാനമാണ്, അല്ലെങ്കിൽ പുതിയ തലമുറയുടെ. ബംഗ്ലാദേശ് എന്ന് പറയുമ്പം ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷവും ബിലോ 30 years ഓഫ് ഏജ് ഉള്ള, ലോകത്തെ അപൂർവമായിട്ടുള്ള വളരെ ശ്രദ്ധേയമായുള്ളൊരു ഡെമോഗ്രഫിയാണ്. അപ്പോൾ അവിടെ NCP പോലെയുള്ള ഒരു ന്യൂ ജനറേഷൻ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമി പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാഡർ ബേസ്ഡ് പാർട്ടിയും തമ്മിലൊരു കോമ്പിനേഷൻ വരുമ്പോൾ അത് ചിലപ്പം എക്സൽ ചെയ്യും, തെരഞ്ഞെടുപ്പിൽ വലിയ പെർഫോമൻസ് ഉണ്ടാവും എന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു. എനിവേ, പക്ഷേ ഒപ്പീനിയൻ പോളിസി 2 കൂട്ടർക്കും, BNPക്ക് പറഞ്ഞതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് പറഞ്ഞതുകൊണ്ട്. ഇന്നിപ്പോൾ റിസൾട്ട് വന്നിരിക്കുകയാണ്. അതിൽ 2 സംഗതിയുണ്ട്. ഇപ്പം പൊതുവേ മാധ്യമങ്ങൾ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മാത്രമാണ് വാർത്തകളായിട്ട് കൊടുക്കുന്നത്. അതേക്കാൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അതേക്കാൾ പ്രധാനമായ ഒരു കാര്യം കൂടെ അവിടെ നടന്നിട്ടുണ്ട്. ജൂലൈ ചാർട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ടർ റഫറൻഡം കൂടെ ഇന്നലെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ജൂലൈ ചാർട്ടർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൻ്റെ ഡെസ്റ്റിനിയെ തന്നെ മാറ്റിമറിക്കുന്ന സ്വഭാവത്തിലുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ചാർട്ടറാണ്. 84 പോയിൻറ്റുകളാണ് അതിലുള്ളത്. അപ്പോൾ ജൂലൈ ചാർട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊപ്പോണൻ്റ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NCPയും ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പ് ഇത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ വിജയിപ്പിക്കണം എന്നുള്ളത് മാത്രമല്ല, ജൂലൈ ചാർട്ടർ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ് വോട്ട് ചെയ്യണം എന്നുള്ളത് കൂടെ അവരുടെ ആവശ്യമായിരുന്നു. അപ്പം 64% ആളുകൾ ഇതിന് യെസ് വോട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിങ്ക് ബാലറ്റ് എന്നാണ് അതിന് പറയുന്നത്. പിങ്ക് കളറിലൊരു ബാലറ്റാണെന്ന് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജൂലൈ ചാർട്ടറിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം, യെസ് ഓർ നോ. അപ്പോൾ 64% ഓഫ് വോട്ടേഴ്സ് ഓഫ് ബംഗ്ലാദേശ് അവർ അതിന് യെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് BNP സഖ്യത്തിൻ്റെ നിലപാട് എന്തായിരുന്നു? BNP സഖ്യം ജനറലി ഈ പറയുന്ന ജൂലൈ ചാർട്ടറിന് അനുകൂലമായിരുന്നു. പക്ഷേ അതിലെ ചില സ്പെസിഫിക് പോയിന്റുകൾ അവർ എതിർക്കുന്നുണ്ട്. ആ സ്പെസിഫിക് പോയിന്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന പോയിന്റുകൾ അവർ എതിർക്കുന്നുണ്ടെന്നാണ് അതിൽ കൗതുകകരം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 84 പോയിന്റ് ചാർട്ടറിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയപ്പെടുന്ന സംഗതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായം മാറണം, എന്നിട്ട് അതിന് പകരം PR സിസ്റ്റം, എന്നാൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ളതാണ്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പം ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ട് ഷെയർ എത്രയാണോ അതിന് ആനുപാതികമായിട്ടുള്ള അംഗങ്ങളെ അവർക്ക് പാർലമെൻറ്റിലേക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ PR സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഫസ്റ്റ് പാസ് ഫസ്റ്റ് ഗോ എന്നുള്ള പറയുന്ന നമ്മളൊക്കെ സ്വീകരിക്കുന്ന ആ രീതിയാണ് ബംഗ്ലാദേശിലുള്ളത്. അത് മാറിയിട്ട് PR വരണം എന്നുള്ളതാണ് ഈ 84 പോയിൻറ്റ് ചാർട്ടറിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതിന് എതിരായിരുന്നു BNP. അത് നമ്മുടെ രാജ്യത്തെ വീക്കൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു കൊഹസീവ് ഗവൺമെൻറ് ഉണ്ടാവില്ല, പലതരം ധാരകളെ, പലതരം സമീപനങ്ങളെ
കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമായി മാറും ഗവൺമെൻറ്, ഒരു വീക്ക് ഗവൺമെൻറ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് PR സിസ്റ്റം വേണ്ട എന്നുള്ളതായിരുന്നു BNPയുടെ നിലപാട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബൈക്യാമറൽ പാർലമെൻറ്റ് സിസ്റ്റം. നമുക്കൊക്കെ ഉള്ളതുപോലെ ഈ ദ്വിമണ്ഡല സഭ, നമുക്കൊരു അപ്പർ ഹൗസും ഉണ്ട്, ലോവർ ഹൗസും ഉണ്ട്, രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. അതേപോലെ ബൈക്യാമറൽ പാർലമെൻ്ററി സിസ്റ്റം പാർലമെൻറ്റ് സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിലൊരു പോയിന്റ്. അതിനകത്തും BNPക്ക് ഒരു വിയോജിപ്പുണ്ട്. എന്ന് വെച്ചാൽ ബൈക്യാമറൽ ഓക്കെ ഫൈൻ ആകാം, പക്ഷേ ഈ ഉപരിസഭ അപ്പർ ഹൗസ് ഉണ്ടല്ലോ, അപ്പർ ഹൗസിലേക്ക് തിരഞ്ഞെടുപ്പ് എങ്ങനെ എന്നതിനെ കുറിച്ചിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ. അതിൽ BNPയുടെ നിലപാടെന്ന് വെച്ചാൽ ലോവർ ഹൗസിലുള്ള ആളുകളുടെ അംഗസംഖ്യയുടെ പ്രൊപ്പോർഷൻ അനുസരിച്ചായിരിക്കണം അപ്പർ ഹൗസിലെ പ്രാതിനിധ്യം എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിലപാട് വെക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് എന്താണ്, അപ്പർ ഹൗസിന് പ്രത്യേകമായ പ്രസക്തി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കാരണം ലോവർ ഹൗസിൻ്റെ അതേ പാറ്റേൺ ആയിരിക്കും അപ്പർ ഹൗസിൽ. പക്ഷേ ഈ ജൂലൈ ചാർട്ടർ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അതും PR ആയിരിക്കണം, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം അപ്പർ ഹൗസിലെയും പ്രാതിനിധ്യം എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ്, ഒരാളുടെ പ്രൈം മിനിസ്റ്റീരിയൽ ടെന്യൂർ മാക്സിമം 2 ടേംസ് ആയിരിക്കും, 2 ഫുൾ 5 ഇയർ ടേംസ് ആയിരിക്കും, അതിലപ്പുറം പോകാൻ പറ്റില്ല. അതിനെ എക്സ്പ്ലിസിറ്റായിട്ട് BNP എതിർത്തിട്ടില്ല, പക്ഷേ അതും നല്ലതല്ല, രാജ്യത്തിന് നല്ലതല്ല എന്ന നിലപാട് അവരുടെ പ്രഭാഷകർ നേതാക്കന്മാരൊക്കെ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ ഇൻ ജനറൽ ഈ പറയുന്ന ജൂലൈ ചാർട്ടറിനെ BNP അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ചില പോയിന്റുകളോട് വിയോജിച്ചു. പക്ഷേ ആ പോയിന്റുകൾ എന്താണ്, ഇതിലേറ്റവും ഇതിൻ്റെ കോർ എന്നോ സ്പിരിറ്റ് എന്നോ പറയാവുന്ന പോയിന്റുകളാണ്. എനിവേ BNP 2/3 മെജോറിറ്റി നേടി. എത്ര ടോട്ടൽ 212, അതിൽ തന്നെ 181 BNP എലോണാണ്, BNPക്ക് മാത്രമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. 3/2 ഭൂരിപക്ഷം നേടി അവർ വിജയിച്ചു. പക്ഷെ അതേസമയം ഇനിയുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ചാർട്ടർ അവരെങ്ങനെ മുന്നോട്ട് പോകും, അതിലൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ? അതിൽ കോൺട്രഡിക്ഷൻ ഉണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നൊരു പോയിന്റ്. അതിൽ പ്രധാനപ്പെട്ട കോൺട്രഡിക്ഷൻ ഉണ്ട്. ഇതിന് ഇത്രയും വലിയൊരു സപ്പോർട്ട് കിട്ടുകയും മറ്റിടത്ത് അതിനെ അനുകൂലിക്കുന്ന ആളുകൾ പുറകിലോട്ട് പോവുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആ നിലക്കുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ഇപ്പം NCP ആണ് വളരെ വോക്കലായിട്ട് ഇതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, എന്തോ നിലക്കുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് NCPയുടെ ലീഡർഷിപ്പ് പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞിട്ടില്ല. ഷഫീഖുർ റഹ്മാൻ്റെ ഏറ്റവും ഒടുവിൽ നടന്ന പ്രസ്താവന പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആണെങ്കിൽ നമ്മളതിനെ അംഗീകരിക്കണം, നമ്മളതിനെ മാനിക്കണം എന്തിനാ. അപ്പോൾ ഫ്രീ ആൻഡ് ഫെയർ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, മാനിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടില്ല. അത് സ്റ്റേറ്റ്മെൻറ്റ് വളരെ രസമാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആണെങ്കിൽ നമ്മളതിനെ മാനിക്കണം എന്നാണ്. പക്ഷേ NCPയുടെ പ്രസ്താവന ഒരു വാക്കുണ്ട്, ദിസ് ഈസ് റിസൾട്ട് എൻജിനീയറിംഗ് എന്നാണ്. ഇലക്ഷൻ എൻജിനീയറിംഗ് പോലെ എനിക്ക് ആ വാക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റിസൾട്ട് എൻജിനീയർ ചെയ്തിട്ടുണ്ട് എന്നൊരു പ്രയോഗം വരുന്നുണ്ട്. പക്ഷേ എഗെയിൻ അവർ കൂടുതൽ സംസാരിക്കുന്നത് ജൂലൈ ചാർട്ടറിനെ കുറിച്ചാണ്. ഞങ്ങൾ വളരെ വോക്കലായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എങ്ങനെയാണ് ഈ ഗവൺമെൻറ് എങ്ങനെ മുന്നോട്ട് പോകുന്നില്ല, ജൂലൈ ചാർട്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെൻറ് എന്ത് സമീപനം സ്വീകരിക്കുന്നതാണ് അവർ പറയുന്നത്. അവരതിൻ്റെ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ചേഞ്ച് ട്രാക്കർ ഞങ്ങൾ സ്ഥാപിക്കും, അതിനായിട്ടൊരു എക്സ്ക്ലൂസീവ് വെബ്സൈറ്റ് സ്ഥാപിക്കും, വി വിൽ ബി ഇൻ ദ സ്ട്രീറ്റ്, തെരുവിൽ ഞങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് ചാർട്ടർ നടപ്പിലാക്കേണ്ടത് സർക്കാരല്ലേ, സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. BNP ആണല്ലോ, അവർക്ക് വേണമെങ്കിൽ ഇതിൽ മാറ്റം വരുത്താൻ പറ്റും. അത് വളരെ സങ്കീർണമായുള്ള നിയമപ്രശ്നമാണ്. കാരണം ദ ഡേ ദ ചാർട്ടർ ഈസ് അപ്രൂവ്ഡ്, ചാർട്ടർ അപ്രൂവ് ചെയ്യപ്പെടുന്നതോടുകൂടി എന്തായി മാറി, ഈ ചാർട്ടറായി മാറി ഭരണഘടന. ഇനി അത് വെച്ചേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ളൊരു ലീഗൽ നിയമപരമായിട്ടുള്ളൊരു വ്യാഖ്യാനം. അപ്പോൾ അത് ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ പാർലമെൻറ്റിലേക്കാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് ജ്യോതിയ എന്തോ പേരുണ്ട് അവിടുത്തെ പാർലമെൻറ്റിന്, ജ്യോതിയ പറയും. അപ്പോൾ പിന്നെ ഈ പാർലമെൻറ്റിൻ്റെ പേര് ആക്ച്വലി പാർലമെൻറ്റ് എന്നുള്ളതല്ല, ജൂലൈ ചാർട്ടർ പ്രകാരം CRC ആണ്, കമ്മിറ്റി ഫോർ റിഫോംസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് കമ്മിറ്റി, അതാണ് CRC എന്നാണ്. ഈ തിരഞ്ഞെടുപ്പെട്ടിരുന്ന ആളുകൾ ആക്ച്വലി പാർലമെൻറ്റാണ്, പക്ഷേ അവരെന്താണ് CRC അംഗങ്ങളാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം കമ്മിറ്റി അംഗങ്ങളെന്നാണ് ജൂലൈ ചാർട്ടർ പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും ഇനിയുള്ള കാലത്ത് ബംഗ്ലാദേശിനെ സങ്കീർണമാക്കാൻ പോകുന്നൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതാണ് തിരഞ്ഞെടുപ്പ് വിശകലനം, ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട വിശകലനത്തിൽ സാമാന്യമായിട്ട് മാധ്യമങ്ങളിൽ വരാത്തൊരു ഏരിയയാണ് ഈ പിങ്ക് ബാലറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അതാണ് ബംഗ്ലാദേശിൻ്റെ ഡെസ്റ്റിനി നിശ്ചയിക്കുന്ന ഘടകം. മറ്റേത് വലിയൊരു അത്ഭുതമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ BNPയും ജമാഅത്തും രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ നെക്ക് ടു നെക്ക് കോമ്പറ്റീഷനായിരുന്നു. BNP നന്നായി പെർഫോം ചെയ്തു. ജമാഅത്തും ഇപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിലെ
ഒരു ടെലിവിഷൻ ചാനൽ ഇതിൻ്റെ റിസൾട്ടിന് കൊടുത്തത് തകർന്നടിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ഇലക്ഷൻ ഹിസ്റ്ററി അറിയുന്ന ഒരാൾക്ക് അങ്ങനെ പറയാനേ പറ്റില്ല. കാരണം ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പെർഫോമൻസ് നടത്തിയ ഇലക്ഷനാണ്. അവർക്ക് 2001 അവർക്ക് മാക്സിമം നമ്പർ കിട്ടിയത് 18%. പക്ഷെ അവർ ഹാപ്പി ആയിരിക്കും. കാരണം അവർക്ക് ജമാഅത്ത് എന്നുള്ള ആൾക്ക് 66 സീറ്റുകൾ ലഭിക്കുന്നു. അവരുടെ അലയൻസിന് 80-ൽ പരം സീറ്റുകൾ ലഭിക്കുന്നു. BNPയും വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ വരുന്നു. എന്ന് മാത്രമല്ല, ഈ 2 ബ്ലോക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. BNP അലയൻസ്, ജമാഅത്ത് അലയൻസ്. ഇതിൽ ബംഗ്ലാദേശ് സൊസൈറ്റിയിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ ധാരകളെയും അതിനെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികളുണ്ട്. ഇപ്പോൾ BNP അലയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BNP ആണ് മേജർ പ്ലെയർ. പിന്നെ ചെറിയ പാർട്ടികൾ എന്ന് പറയുമ്പം വർക്കേഴ്സ് പാർട്ടി ഉണ്ട്, ലിബറൽ പാർട്ടീസ് ഉണ്ട്, സെക്യുലർ പാർട്ടീസ് ഉണ്ട്, ഈവൻ ഇസ്ലാമിസ്റ്റ് പാർട്ടികളും ഉണ്ട്. ഇപ്പം ജമിയത്തുൽ ഉലമ ഇസ്ലാമി എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട ദയൂബന്ദി ധാരയിൽ വരുന്ന പാർട്ടിയാണ്. അവർ ഇതിൻ്റെ ഭാഗമാണ്, BNP അലയൻസിൻ്റെ ഭാഗമാണ്. ഇപ്പോഴത്തെ ജമാഅത്ത് അലയൻസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജമാഅത്ത് അതിലെ പ്രിൻസിപ്പൽ പാർട്ടിയായിട്ട് നിൽക്കുന്നു. ഖിലാഫത്ത് മജ്ലിസ് എന്നൊക്കെ പറഞ്ഞിട്ട് മത സ്വഭാവം കാണിക്കുന്ന പാർട്ടികളുണ്ട്. NCP പോലെ ഈ ന്യൂ ജനറേഷൻ പാർട്ടികളുണ്ട്. അമർ ബംഗ്ലാ പാർട്ടി ജമാഅത്തിൽ നിന്ന് തന്നെ വിഘടിച്ചു പോയ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ജമാഅത്തിൽ നിന്ന് വിഘടിച്ചു പോയ പാർട്ടിയാണ് അമർ ബംഗ്ലാദേശ് പാർട്ടി. അമർ ബംഗ്ലാദേശ് പാർട്ടിയെക്കുറിച്ച് പറയുക AKP ഓഫ് ബംഗ്ലാദേശ് എന്നാണ് പൊതുവെ അതിനെക്കുറിച്ച് പറയുക. എന്നുവെച്ചാൽ തുർക്കിയിൽ എർദോഗൻ്റെ ലൈൻ സ്വീകരിച്ച് എന്താ പറയുക, ഒരു ലിബറൽ ഇസ്ലാമിസ്റ്റ് ലൈൻ സ്വീകരിച്ച് പോയ ആളുകളാണ്. അതേപോലെ BDP ബംഗ്ലാദേശ് ഡെവലപ്മെൻറ്റ് പാർട്ടി, ഇങ്ങനെയുള്ള പാർട്ടികൾ അതിനുണ്ട്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി LDP ഈ ജമാഅത്ത് മുന്നണിയിലുണ്ട്. ഒരു ഇടതുപക്ഷ ഒന്നാണ് പ്രോ ലെഫ്റ്റ് സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ 2 മുന്നണിയിലും എല്ലാ ധാരയിലും പെട്ട രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ നിലക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഇൻക്ലൂസീവായിട്ടുള്ള 2 മുന്നണികളാണ്. ബംഗ്ലാദേശിൻ്റെ പൊതുവായ സാമൂഹിക ഘടനയെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 2 മുന്നണികളാണ് മത്സരിച്ചത്. വളരെ നല്ല പോൾ പെർസെൻറ്റേജ് ഉണ്ട്, 60+ പോൾ ഉണ്ട്. വെച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബംഗ്ലാദേശ് രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് പെർസെൻറ്റേജ് 51% മാത്രമാണ്. അത് നോക്കുമ്പോൾ വളരെ വലിയ തോതിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഉണർവും മുന്നോട്ട് പോകും ബംഗ്ലാദേശ് ഉണ്ടായിട്ടെന്ന് തന്നെയാണ് കാണേണ്ടത്. പിന്നെ പോളിംഗുമായി ബന്ധപ്പെട്ട് വലിയ അതിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് BNPയുടെ ഒന്നാണ് പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പേര് അനീസുർ റഹ്മാൻ അല്ല, താരിഖ് റഹ്മാൻ നടത്തിയൊരു പ്രഖ്യാപനം ശ്രദ്ധിക്കണം. നമ്മൾ വിജയ റാലികൾ നടത്തരുത്, പ്രാർത്ഥനാ ദിവസമായിട്ട് ആചരിക്കണം എന്നാണ്. വളരെ മെച്യൂറായിട്ടുള്ള, സാധാരണ നമുക്കറിയാം ബംഗ്ലാദേശിലെ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷനും പോളിങ്ങും കൗണ്ടിങ്ങും എല്ലാം വലിയ തരത്തിലുള്ള വയലൻസ് ഉണ്ടാകുന്ന ഒരു അനുഭവം കഴിഞ്ഞ എല്ലാ സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ടായില്ല. സമാധാനപരമായി പോളിംഗ് നടക്കുന്നു. റിസൾട്ട് വരുമ്പം ഇത് 3-2 ഭൂരിപക്ഷം നേടിയിട്ടും നമ്മൾ വിജയ റാലി നടത്തേണ്ടതില്ല എന്നാണ് അതിൻ്റെ അധ്യക്ഷൻ അണികളോട് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുക എന്നാണ് പറയുന്നത്. അതൊക്കെ ആ ഒരു ഡെമോക്രസി കുറച്ചും കൂടി മെച്യൂർഡായിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന പൊളിറ്റിക്കൽ വയലൻസ് നമുക്കറിയാം, ഇപ്പുറത്തെ ബംഗാളിലാണ് അപ്പുറത്തെ ബംഗാളിലാണ്. നമ്മുടെ ബംഗാളിലും പൊളിറ്റിക്കൽ വയലൻസ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പുറത്ത് ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മലയാളി എന്നുള്ള ഭയങ്കരമായിട്ട് ആശ്വസിക്കുന്ന ഒരു ദിവസമാണ് ഞാനിന്ന്. കാരണം വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി അവിടെ അധികാരത്തിൽ വന്നില്ല എന്നുള്ളത് ഹാവൂ എന്ന ഒരു ആശ്വാസം. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ എല്ലാറ്റിനും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നൊരു നറേറ്റീവ് ഒരു ഭാഗത്ത്, അതല്ല നമുക്കറിയാം ഇസ്ലാമോഫോബിക് പ്രചാരണം അതിൻ്റെ പാരമ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതങ്ങനെ ആകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രിൻസിപ്പൽ പാർട്ടിയായിട്ടുള്ള ഏറ്റവും ഉത്തരവാദിത്വം ഉണ്ടാകുമെന്ന് നമ്മൾ സാമാന്യമായി ധരിക്കപ്പെടുന്നൊരു പാർട്ടി അങ്ങേയറ്റം വഷളായ ഇസ്ലാമോഫോബിക് പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് മുൻനിർത്തി പലതരത്തിലുള്ള ഇസ്ലാമോഫോബിക് കണ്ടൻറ്റുകൾ കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് അവിടുത്തെ ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി അമീർ ഡോക്ടർ ഷഫീഖ് റഹ്മാൻ്റെ പേരിലൊരു പ്രസ്താവന കേരളത്തിലെ ലെഫ്റ്റ് സൈബർ ഹാൻഡിലുകൾ വ്യാപകമായി വന്നു. തൊഴിലെടുക്കുന്ന സ്ത്രീകൾ വേശ്യകളെ പോലെയാണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അങ്ങനെ പ്രസ്താവന ഇറക്കിയതിൻ്റെ പേരിൽ അവിടെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിട്ടുണ്ട്, വ്യാജമായ പ്രസ്താവന. പക്ഷേ അതേക്കുറിച്ചൊന്നും പറയാതെ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് ഇങ്ങനെ പ്രസ്താവന ഇവിടെ പ്രചരിപ്പിക്കുകയാണ്.
അപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കുമ്പോഴുള്ള സൗകര്യം എന്താണ്? ഇവിടെ ആരും അതിന് അങ്ങനെയല്ല എന്ന് പറയാൻ, കാരണം ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആരും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇനി ആരെങ്കിലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ഫാക്ച്വലി ശരിയല്ല എന്ന് പറഞ്ഞാൽ അവനെന്താക്കും? അവനെ വിദേശിയും അല്ലെങ്കിൽ വിദേശ മതമൗലികവാദ സംഘടനയുടെ ആളാക്കി മാറ്റും. അപ്പോൾ ആ നിലയ്ക്ക് ബംഗ്ലാദേശിനെ മുൻനിർത്തി വലിയ തോതിൽ ഹെയ്റ്റ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അവിടെ എങ്ങാൻ ജമാഅത്ത് ഇസ്ലാമി ജയിക്കുകയും ഏതെങ്കിലും ഒരാൾ ഓട്ടോറിക്ഷ തട്ടി മരിക്കുകയും ചെയ്താൽ വി ഡി സതീശൻ പോലും മറുപടി പറയേണ്ട ഒരു അവസ്ഥയായിരുന്നുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് രക്ഷ കിട്ടിയെന്നുള്ള നിലക്ക് മലയാളികൾക്ക് സന്തോഷിക്കാവുന്ന ഒരു ദിവസമാണ്. പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി ആയിക്കഴിഞ്ഞു. അജിംസ്, ഈ ബംഗ്ലാദേശിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ ജെൻസി പ്രക്ഷോഭം, അതിനുശേഷം NCP എന്നുള്ള പാർട്ടിയുടെ രൂപീകരണം, അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. പക്ഷേ അവർ വിചാരിച്ച ഒരു റിസൾട്ട് തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നില്ല. പക്ഷേ ഈ ജൂലൈ ചാർട്ടറിനെ അവിടെ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജൂലൈ ചാർട്ടർ അംഗീകരിക്കുന്ന മുന്നണി തോൽക്കുകയും മറുവിഭാഗം വിജയിക്കുകയും ചെയ്യുന്നു. അത് മറുവിഭാഗമാണ് ഈ ജൂലൈ ചാർട്ടർ നടപ്പിലാക്കേണ്ടത് എന്നൊരു തീരുമാനമാണോ ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്നത്? അതോ ഖാലിദ സിയയോടുള്ള, മുജീബുർ റഹ്മാനോടുള്ള, ഈ പറഞ്ഞ താരിഖ് റഹ്മാനോടൊക്കെയുള്ള ഇഷ്ടം വോട്ടായി മാറുകയൊക്കെയാണ് ചെയ്തത്? ഇതുവരെ ബംഗ്ലാദേശിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അതിൽ ഏറ്റവും ഫ്രീ ആൻഡ് ഫെയർ എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഫ്രീ ആൻഡ് ഫെയർ എന്ന് പറയാൻ കാരണം ഇതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ പോൾ പെർസെൻറ്റേജ് കുറവായിരിക്കും, അല്ലെങ്കിൽ വയലൻസിൻ്റെ ആധിക്യം, ഈ ബൂത്ത് പിടുത്തം, അങ്ങനെയുള്ള വയലൻസിൻ്റെ ആധിക്യം ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഹസീന ജയിച്ചാലും ഖാലിദ സിയ ജയിച്ചാലും ഇത് പരസ്പരം ആരോപിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ബംഗ്ലാ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ ഒരു ശാപം എന്ന് പറയുന്നതാണ് ഒന്ന് ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വൈരം, ആ രണ്ട് പാർട്ടികളുടെ നേതാക്കൾ തമ്മിലുള്ള വൈരം, ആ രണ്ട് പാർട്ടികളുടെ അണികൾ തമ്മിലുള്ള വൈരം. ഇതാണ് പതിറ്റാണ്ടുകളായി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എതിർ പാർട്ടി ഈ പറയുന്ന മാൽ പ്രാക്ടീസ് പരസ്പരം ആരോപിക്കും. അതുണ്ടായിട്ടുണ്ട്. പിന്നെ പട്ടാളത്തിൻ്റെ ചില ഇടപെടലുകൾ ഉണ്ടാകും. ഇതൊക്കെ ബംഗ്ലാ രാഷ്ട്രീയത്തിൻ്റെ ശാപങ്ങളാണ്. പക്ഷേ പുറത്തുനിന്നുള്ള ഒബ്സർവേഴ്സ് ആണെങ്കിലും അകത്തുള്ള അതിലെ പാർട്ടിസിപ്പൻസ് ആണെങ്കിലും, ഇപ്പോൾ BNP ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇതിൽ അട്ടിമറി നടന്നതായിട്ട് അവർ ആരോപിക്കുന്നില്ല. പക്ഷേ ഇത് ഒരു ഇൻക്ലൂസീവ് തെരഞ്ഞെടുപ്പാണോ എന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ബാൻ ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ അവാമി ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ്. അവരെ ബാൻ ചെയ്ത് എന്തിൻ്റെ പേരിലാണ്? ഹസീന വാജിദിൻ്റെ ഭരണകാലത്ത് നടന്ന വയലൻസിൻ്റെ പേരിലാണ്. അവരുടെ ഒരു ഫാഷിസ്റ്റ് രീതിയിലുള്ള ഭരണമായിരുന്നു. അവർ കങ്കാരു കോടതികൾ വെച്ചിട്ട് പ്രതിപക്ഷ നേതാക്കളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അവർ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടി അങ്ങ് അഴിമതി, കൊലപാതകങ്ങൾ, കൂട്ടക്കൊല, ഇപ്പോൾ മനുഷ്യരാശിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യം എന്ന പേരിൽ പറഞ്ഞുകൊണ്ടാണ് അവർ തന്നെ സ്ഥാപിച്ച ഒരു കങ്കാരു കോടതി, അങ്ങനെ തന്നെ വിളിക്കണതിന്, അവർ തന്നെ സ്ഥാപിച്ച ഒരു കങ്കാരു കോടതി അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത്. അതൊക്കെ ശരി തന്നെ. അവരൊരു ഭരണകർത്താവ് എന്ന നിലയിൽ അവർ ചെയ്ത അക്രമങ്ങൾക്ക് കോടതി ശിക്ഷിക്കട്ടെ. എപ്പോഴും അതിൻ്റെ ലീഗൽ സ്റ്റാറ്റസ് അങ്ങനെയാണ്. ഇനിയിപ്പോൾ BNP വന്നു, ഇനി അവരോട് അങ്ങ് ക്ഷമിച്ച് കളയാം എന്ന് പറഞ്ഞിട്ട് താരിഖ് റഹ്മാൻ ഖാലിദ സിയയ്ക്ക് ഷെയ്ഖ് ഹസീന വാജിദിന് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. കാരണം അത് കോടതിയിൽ ട്രയലിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവർ ഈ അവാമി ലീഗ് തിരിച്ചു വന്ന അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ വേണ്ടേ എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ BNPക്കോ ജമാഅത്തെ ഇസ്ലാമിക്കോ അവാമി ലീഗിനോട് എന്തെങ്കിലും ആശയപരമോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം. ഒന്ന് അവാമി ലീഗ് എന്ന പാർട്ടിയേക്കാൾ ഉപരി ഖാലിദ സിയ എന്ന വ്യക്തിയുമായിട്ടായിരുന്നു ഇന്ത്യക്ക് ബന്ധം. അപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്ന എന്താണ്? ക്ഷമിക്കണം, ഹസീന എന്ന വ്യക്തിയുമായിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ബന്ധം. ഹസീന എന്ന വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ ഊഷ്മളമാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയല്ല അവിടെ വരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം വന്നാലും ജമാഅത്ത് ഇസ്ലാമി വന്നാലും ഇന്ത്യ അവരെ അല്ല ആഗ്രഹിക്കുന്നത്. BNP വരുമ്പോഴും ഇന്ത്യ ആഗ്രഹിക്കുന്നതല്ല. കാരണം BNPയുടെ ഇന്ത്യ വിരുദ്ധ നിലപാട് മുമ്പേ കുപ്രസിദ്ധമാണ്. BNP പക്ഷേ ഈ താരിഖ് റഹ്മാൻ ആകട്ടെ ഈ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ വിരുദ്ധ ടോൺ കുറച്ച് മൈൽഡാക്കിയിട്ടുണ്ടായിരുന്നു. അത് ജയിക്കാൻ പോകുന്ന നല്ല സാധ്യതയുള്ളതുകൊണ്ടും ഭരിക്കേണ്ടി വന്നാൽ ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ടോൺ ഡൗൺ ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി അതിനോട് അവരുടെ പാസ്റ്റിനെ കുറിച്ച്, അവരുടെ വയലൻസിനെ കുറിച്ച്, അവരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ചൊക്കെ വിമർശനം നിങ്ങൾക്ക് തന്നെ അവരില്ലാതെ നടന്നൊരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ ഇതൊരു ഇൻക്ലൂസീവായിട്ട് അല്ലെങ്കിൽ ബംഗ്ലാ ജനതയുടെ മുഴുവൻ വിൽ പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഇതിനെ കാണാൻ കഴിയും. പക്ഷേ 60% പോളിംഗ് ഉണ്ട്. അപ്പോൾ പോലും ഈ 60-80% പോളിംഗ് ഉണ്ടാവട്ടെ, 100% പോളിംഗ് ഉണ്ടാവട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി നിർത്തിയിട്ട്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയെ മാറ്റി നിർത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ വികാരം പ്രതിഫലിച്ച് തെരഞ്ഞെടുപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇനി എന്താണ് നടക്കേണ്ടത്? ഇനി നടക്കേണ്ടത് ഈ പറയുന്ന ഹസീന വാജിദിൻ്റെ ട്രയൽ നടക്കണം. അവർ കുറ്റക്കാരിയാണോ അല്ലയോ എന്ന് അവർ തന്നെ സ്ഥാപിച്ച കോടതി കണ്ടെത്തി അവരെ ശിക്ഷിക്കണം. മറ്റൊന്ന്, ഇവരുടെ ഈ രാഷ്ട്രീയപാർട്ടിയുടെ ബാൻ ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതൊരു നാഷണൽ കൺസേൺസിൻ്റെ ഭാഗം കൂടിയാണല്ലോ. ഒരു
ഒരു പുതിയ ഒരു അട്ടിമറിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ജനകീയ വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വരുന്നത് ജനാധിപത്യ സർക്കാർ. ആ സർക്കാർ ആദ്യം ചെയ്യേണ്ടതാണ് ഒരു 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 എന്താണ് പറയുക കൺസേൺസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ ഈ അവാമി ലീഗിൻ്റെയും പാർട്ടിയുടെയും പ്രവർത്തകരുണ്ടല്ലോ, അവരും വോട്ടർമാരാണല്ലോ, അവരും പൗരന്മാരാണല്ലോ ബംഗ്ലാദേശിലെ. അവർക്കൊരു തരത്തിലും പാർട്ടിസിപ്പേഷൻ ഇല്ലാത്ത, അവരുടെ പാർട്ടിക്ക് മത്സരിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിനുള്ള അവാമി ലീഗ് പ്രവർത്തകരുടെ മനോഭാവം എന്തായിരിക്കും? അതുകൂടി പരിഗണിക്കേണ്ടതല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷനെ നമ്മൾ ഫ്രീ ആൻഡ് ഫെയർ എന്ന് വിശേഷിപ്പിച്ചാൽ പോലും ഇപ്പോൾ അധികാരമേൽക്കുന്ന സർക്കാരിന് അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയുള്ള അല്ലെങ്കിൽ ഒരു ലെജിറ്റിമേറ്റ് സർക്കാരായി മുന്നോട്ട് പോകണമെങ്കിൽ അവാമി ലീഗിന് കൂടി ഒരു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ നൽകിയേ പറ്റൂ. അതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ മറ്റ് ജിയോ പൊളിറ്റിക്സ്, മറ്റ് കാര്യങ്ങൾ, അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ, അതൊക്കെ രണ്ടാമത്തെ കാര്യം തന്നെയാണ്. കാരണം ഈ അവാമി ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു നിരോധിക്കപ്പെടേണ്ട ഒരു ഭീകര സംഘടനയൊന്നുമല്ല, അത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുകൂടി മനസ്സിലാക്കണം. രണ്ട്, ഇപ്പോൾ BNP അധികാരത്തിൽ വന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും ഇന്ത്യക്ക് ബംഗ്ലാദേശ് ഒരു പ്രശ്നമായി മാറാതിരിക്കണമെങ്കിൽ, പ്രശ്നമായി മാറുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചൈനയുടെ ഒരു വളരെ തന്ത്രപ്രധാനമായ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻ്ററായിട്ട് ബംഗ്ലാദേശ് മാറിയിട്ടുണ്ട്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് മുഴുവൻ ചൈനയാണ് നിയന്ത്രിക്കുന്നത്. ഇന്ത്യക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ മുതൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ BNPയുടെ നേതൃത്വത്തിൽ BNP ജമാഅത്ത് സഖ്യം ബംഗ്ലാദേശ് ഭരിച്ചിരുന്നു മുമ്പ് 2001-2006 കാലഘട്ടത്തിൽ. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന രണ്ട് സർക്കാരുകളാണ്, ഒന്ന് വാജ്പേയി സർക്കാരും പിന്നീട് ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാരും. അപ്പോൾ ഈ രണ്ട് സർക്കാരുകൾക്കും ബംഗ്ലാദേശുമായി സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വിഘടനവാദ ഗ്രൂപ്പുകളെ ബംഗ്ലാദേശ് സപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഉൾഫ പോലുള്ള സംഘടനകളെ ബംഗ്ലാദേശ് സപ്പോർട്ട് ചെയ്യുന്നുള്ള സീരിയസ് ആയിട്ട് അലിഗേഷൻ ഇന്ത്യക്കുണ്ടായിരുന്നു. പിന്നീട് ആ സർക്കാർ, ആ BNP സർക്കാർ അധികാരം ഒഴിഞ്ഞ് ഹസീനയുടെ സർക്കാർ വന്നതിന് ശേഷം ഈ ഉൾഫ മിലിറ്റൻസ് പലരും അവിടുന്ന് അവരുടെ ഓപ്പറേഷൻ സെൻറ്റർ ചൈനയിലേക്ക് മാറ്റിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. BNP ഇനി അധികാരത്തിൽ വരുമ്പോൾ ആ പഴയ കാലം, 2001-2006 കാലം ആവർത്തിക്കുമെന്ന ആശങ്ക ഇന്ത്യക്കുണ്ട്. പക്ഷേ ഇന്ത്യ അതുപോലെ ചൈന അവിടെ വളരെ പ്രധാനപ്പെട്ട പ്ലെയറാണെന്നതുകൊണ്ട് തന്നെ തന്ത്രപരമായൊരു നീക്കത്തിലൂടെ BNP അനുനയിപ്പിച്ച് കൂടെ നിർത്തുക. ഇവിടെ ഹസീന ഇപ്പോഴും ഇന്ത്യയിലാണെന്ന് കൂടി ഓർക്കുക, ഇന്ത്യയിൽ എക്സൈലിലാണ്. അപ്പോൾ അത്രയും എന്താണ് പറയുക, ഒരു ഹോട്ട് പൊട്ടറ്റോ കയ്യിൽ വയ്ക്കുന്നത് പോലെ വളരെ സൂക്ഷിച്ച് ജാഗ്രതയോടെ ഇന്ത്യയെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായി ബംഗ്ലാദേശ് ഇനി മാറുകയാണ്. കാരണം ബംഗ്ലാദേശിൻ്റെ തന്നെ രാഷ്ട്രീയം മാറാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ ചാർട്ടർ പ്രാബല്യത്തിലാവുന്നതോടുകൂടി ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ തന്ത്രപൂർവ്വം ജാഗ്രതയോടെ നയതന്ത്രജ്ഞതയോടെ ബംഗ്ലാദേശിനെ കൈകാര്യം ചെയ്യാൻ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നയതന്ത്രജ്ഞത, നമ്മുടെ ഡിപ്ലോമസി ലോകവേദിയിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ബംഗ്ലാദേശിലെ ഇലക്ഷൻ നടക്കുന്നതെന്ന് ഓർക്കുക. നമ്മളെങ്ങനെയാണ് ലോകം കാണുന്നതെന്ന് ഇന്ത്യക്കാർക്ക് മനസ്സിലായൊരു സമയം കൂടിയാണിത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു വിൻ സിറ്റുവേഷനാണ് ഇന്ത്യയെ സംബന്ധിച്ചും. ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്, ദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൽ വന്നില്ലല്ലോ, അത് ഇന്ത്യയുടെ ഒരു താല്പര്യം അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതാണെന്ന് ഒരു ആശ്വാസം പോലെ ഇതിനെ വിലയിരുത്തുന്ന ആളുകളുണ്ട്. പക്ഷേ അതേ ഇന്ത്യ വിരുദ്ധത BNPക്കും ഈ അർത്ഥത്തിലുണ്ട്. പക്ഷെ അത് താരിഖ് റഹ്മാൻ അത് പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് നോക്കിയിരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് അയാൾ കുറേ കൂടി ഡിപ്ലോമാറ്റിക്കാണ്, ഖാലിദാസിയെ പോലെയല്ല. പക്ഷേ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാപങ്ങളിലൊന്ന് ഈ വയലൻസിനോടൊപ്പം തന്നെ അഴിമതിയാണ്. അപ്പോൾ അതിൽ ഈ അവാമി ലീഗും BNPയും ഒക്കെ ഒരേ അച്ചിൽ വാർത്ത പാർട്ടികളാണ്. ഇപ്പോഴത്തെ ഇനി പ്രധാനമന്ത്രി ആവാൻ പോണ ആൾക്കെതിരെ ഒരു വലിയ അഴിമതി കേസ് ഉണ്ടായിരുന്നു. അയാൾ ഈ രാജ്യം വിട്ട് പോകാനുണ്ടായ കാരണം തന്നെ ഈ BNP ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നടത്തിയ വലിയ അഴിമതികളുടെ പേരിൽ അയാൾക്കെതിരെ ചാർജ് വന്നു. അതുപോലെ 2008 ഹസീന അധികാരത്തിൽ വരുന്ന തൊട്ട് മുമ്പുള്ള 2 വർഷം പട്ടാളാണ് അവിടെ ഭരിച്ചത്. പട്ടാള സമയത്ത് അതിക്രൂരമായ പീഡനങ്ങൾക്ക്, കസ്റ്റോഡിയൽ ടോർച്ചറിന് വിധേയനായ ആളാണ് ഇയാൾ. അത് മർദ്ദനമേറ്റ അയാൾക്ക് ജീവച്ഛവമായ അയാൾ ചികിത്സ തേടിയാണ് ബംഗ്ലാദേശ് വിടുന്നത്. പിന്നെ അയാൾ തിരിച്ചു വന്നിട്ടില്ല എന്ന് കൂടി ഓർക്കുക. 17 വർഷം. അപ്പോൾ ഇതൊക്കെ ഇനി ഇതൊരു മോശം കാലമാണ് ഈ കഴിഞ്ഞു പോയത്. ബംഗ്ലാദേശിലെ കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ ഹസീനയുടെ കാലത്താണെങ്കിലും BNPയുടെ കാലത്താണെങ്കിലും പട്ടാളത്തിൻ്റെ സമയത്താണെങ്കിലും വളരെ മോശം കാലമാണ് കഴിഞ്ഞു പോയത്. അത് കണ്ടു വളർന്നൊരു തലമുറയാണ് ഈ വിപ്ലവത്തിനിറങ്ങിയത്, തെരുവിലിറങ്ങിയത്. അവരാണ് മാറ്റം ആഗ്രഹിക്കുന്നത്. അവരുടെ മാറ്റത്തിൻ്റെ കൂടി ബാലറ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പിങ്ക് ബാലറ്റ് അവരുടെ കൂടി ഒരു വില്ലാണ്. അതിനെ കൂടി ഇദ്ദേഹത്തിന് പരിഗണിക്കേണ്ടി വരും. പഴയ ഖാലിദാസിയ റെജീം പോലെ ആവരുത് എന്നുകൂടിയാണ് ഈ മാൻഡേറ്റ്. അപ്പോൾ ആ ഒരു മാറ്റം വരുമായിരിക്കും. വന്നില്ലെങ്കിൽ ബംഗ്ലാദേശ് പഴയപടി തന്നെ തിരിച്ചു പോകും.
ഇതിലേ ഒരു ജിംസ് പറഞ്ഞപ്പോൾ ഈ 84 പോയിൻ്റ് ജൂലൈ ചാർട്ട് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഈ ജനാധിപത്യ വിദ്യാർത്ഥികൾ പഠന വിധേയക്കേണ്ട സാധനമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് പറയുന്ന ഒരു കാര്യം എന്താ പറയുക, സാധാരണ നമ്മുടെ ഭരണഘടനയ്ക്കുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്, അതുപോലെ അതിലുള്ളൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് വെച്ചാൽ അൺഇൻറ്ററപ്റ്റഡ് ഇൻ്റർനെറ്റ് സർവീസാണ്. അത് ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് വെച്ചിരിക്കുന്ന ഡാറ്റ പ്രൊട്ടക്ഷനാണ്. ഇന്നത്തെ ഒരു ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ ഇത് രണ്ടും ആലോചിച്ച് നോക്കുക. പിന്നെ ഈ പറയുന്ന കറപ്ഷനെ കുറിച്ച് പറഞ്ഞില്ല, ഏജൻസിയുടെ പ്രക്ഷോഭത്തിനൊക്കെ കാരണം അതുകൂടിയായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ, അതേപോലെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ, അതേപോലെ അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ്, ഈ മൂന്നും എന്താണ് സമ്പൂർണ്ണമായി സ്വതന്ത്രമായിരിക്കും. എക്സിക്യൂട്ടീവ് സമ്പൂർണ്ണമായി സ്വതന്ത്രമായിരിക്കണം. അതിൻ്റെ അപ്പോയിൻമെൻറ്റ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ് എക്സിക്യൂട്ടീവ് സ്വതന്ത്രമായിട്ട് സമ്പൂർണ്ണ സ്വതന്ത്ര ബോഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലാണ് ഈ കറപ്ഷൻ, ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടാണ് 84 ജൂലൈ ചാർട്ടർ വെച്ചിരിക്കുന്നത്. ഏതായാലും നമ്മുടെ അയൽപ്പക്കത്ത് കലുഷിതമായ സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അവിടെ പുതിയ സർക്കാർ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇനിയും അവിടെ സമാധാനത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.